ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സെക്ഷൻ ബിയിലെ 6 ക്വസ്റ്റ്യൻസ് 1 തിയറിയാണ് ഉള്ളത്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. 13th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് പറയാം. 13th ക്വസ്റ്റ്യനിൽ വരുന്നത് എന്താ? ഫോർ ദ മന്ത് ഓഫ് ജനുവരി 2020 പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഡാറ്റ വേർ as ഫോളോസ്. ടോട്ടൽ കോസ്റ്റ് മെറ്റീരിയൽ 3000, വേജസ് 4500, ഓവർ ഹെഡ് 2500. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മെറ്റീരിയൽ വേജ് ഓവർ ഹെഡിൻ്റെ വരുന്നത് 10,000 ആണ്. പ്രൊഡക്ഷൻ വാസ് 1500 ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ് ആൻഡ് 200 പാർഷ്യലി കംപ്ലീറ്റ്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? പ്രൊഡക്ഷൻ യൂണിറ്റ് 1500 ഫുള്ളി കംപ്ലീറ്റഡ് ആണ് ആൻഡ് 200 പാർഷ്യലി കംപ്ലീറ്റ്. അതായത് മൊത്തം യൂണിറ്റ് പറയണത് എത്രയാണ്? 1500 പ്ലസ് 200 എന്ന യൂണിറ്റാണ് നമുക്ക് മൊത്തം ഇൻപുട്ടായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നോക്കി വെക്കണം. ഇനി ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഓഫ് ദി 200 യൂണിറ്റ് വർക്ക് ഇൻ പ്രോഗ്രസ് വാസസ് ഫോളോസ്. അതായത് നമുക്ക് പാർഷ്യലി കംപ്ലീറ്റ് ആയാലും 200 യൂണിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ 75%, ലേബർ 60%, ഓവർ ഹെഡ് 50%. കാൽക്കുലേറ്റ് ടോട്ടൽ ഇക്വലൻ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ് പെർ കംപ്ലീറ്റ് യൂണിറ്റ് ആൻഡ് വാല്യൂ ഓഫ് വർക്കിംഗ് പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വാലിറ്റി പ്രൊഡക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് കോസ്റ്റ് പെർ കംപ്ലീറ്റ് യൂണിറ്റും വാല്യൂ വർക്കിംഗ് പ്രോഗ്രസ്സും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ, വേജസ്, ഓവർ ഹെഡ് ആ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ അതിൻ്റെ പെർസെൻറ്റേജ്, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ പെർസെൻറ്റേജ് നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലിറ്റി പ്രൊഡക്ഷൻ്റെ ടേബിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ടേബിൾ കേട്ടോ. അതിൽ ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, പിന്നെ ഇക്വാലിറ്റി പ്രൊഡക്ഷൻ അതായത് മെറ്റീരിയലിൻ്റെ പെർസെൻറ്റേജ് യൂണിറ്റ്, ലേബറിൻ്റെ പെർസെൻറ്റേജ് യൂണിറ്റ്, ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1500 പ്ലസ് 200, അതായത് 1700 ആണ് ഇൻപുട്ടായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കംപ്ലീറ്റഡ് യൂണിറ്റ് ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ട്. കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറയുന്നത് 1500 ആണ്. മെറ്റീരിയൽ 100% കംപ്ലീറ്റ് 1500, ലേബർ 100% 1500, ഓവർ ഹെഡ് 100% 1500. ഓക്കെ, ഇനി ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് 200 യൂണിറ്റ് ആണ് നമുക്ക് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. അതായത് 700 യൂണിറ്റ് ഇനിയും കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ പെർസെൻറ്റേജ് മെറ്റീരിയൽ 75%. അപ്പോൾ 200 × 75% ഈസ് ഈക്വൽ ടു എത്ര? 150 ആണ് വരുന്നത്. അതുമാതിരി ലേബറിൻ്റെ 60%, അതായത് 200 × 60% ഈസ് ഈക്വൽ ടു 120 വരുന്നത്. ഓവർ ഹെഡിൻ്റെ 50%, അതായത് 100 ആണ് ഓവർ ഹെഡിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇത് മൊത്തം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസിൻ്റെ യൂണിറ്റ് മൊത്തം ടോട്ടലി വരുന്നത് എത്ര? 1700. ഔട്ട്പുട്ടിൻ്റെ ഫുൾ യൂണിറ്റ് വരുന്നത് 1700. അത് നമുക്കറിയാലോ, ഇൻപുട്ടും ഔട്ട്പുട്ടും ഈക്വൽ ആവണം. അതുമാതിരി മെറ്റീരിയലിൻ്റെ എത്രയാണ് യൂണിറ്റ് പറഞ്ഞത്? 1650 ആൻഡ് ലേബർ 1620 ആൻഡ് ഓവർ ഹെഡ് 1600. ഓക്കെ, ഈ 3 സംഖ്യകളും നമ്മൾ നോക്കി വയ്ക്കുക. ഇനി നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണം. കോസ്റ്റ് പെർ യൂണിറ്റിൽ എന്താണ്? മെറ്റീരിയലിൽ എത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? 300. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 3000, 4500, ഓവർ ഹെഡ് 2500. ഓക്കെ, ഈ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ സംഖ്യകളെല്ലാം. മൊത്തം ടോട്ടൽ കോസ്റ്റ് 10,000 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചല്ലോ, ഇക്വാലിറ്റി പ്രൊഡക്ഷൻ എത്രയാണ്? മെറ്റീരിയലിൻ്റെ 1650 ആൻഡ് ലേബറിൻ്റെ പറഞ്ഞത് 1620 ആൻഡ് ഓവർ ഹെഡിൻ്റെ 1600. ഓക്കെ, ഈ കോസ്റ്റും ഇക്വാലിറ്റി പ്രൊഡക്ഷൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് മെറ്റീരിയലിൻ്റെ 3000 ഡിവൈഡഡ് ബൈ 1650 എത്രയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 1.82 ആണ് മെറ്റീരിയലിൻ്റെ വരുന്നത്. ലേബറിൻ്റെ വരുന്നത് 4500 ഡിവൈഡഡ് ബൈ 1620 ഈസ് ഈക്വൽ ടു എത്രയാണ്? 2.78 ആണ് ലേബറിൻ്റെ. ഓവർ ഹെഡിൻ്റെ 2500 ഡിവൈഡഡ് ബൈ 1600 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.56. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് മൊത്തത്തിൽ എത്രയാണ് പറയണത്? 6.15 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ കണ്ടുപിടിക്കണം. അതായത് ഫിനിഷ്ഡ് ഗുഡ്സും വർക്കിംഗ് പ്രോഗ്രസിൻ്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എത്രയാണ്? 1500 ആണ് നമുക്ക് കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറയുക. പിന്നെ നമ്മൾ ഈ കണ്ടുപിടിച്ച എമൗണ്ടുകൾ, അതായത് കോസ്റ്റ് പെർ യൂണിറ്റും കൂടി നമ്മൾ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഇത് 1500, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് എഴുതി വയ്ക്കുക. മെറ്റീരിയൽ 1500 × 1.82. ഈ ഇപ്പോൾ കണ്ടുപിടിച്ച സംഖ്യ ഉണ്ടല്ലോ, കോസ്റ്റ് പെർ യൂണിറ്റ് 1.82, അത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2.73 കിട്ടും. ലേബറിൻ്റെ 1500 × 2.78 ചെയ്യുന്ന സമയത്ത് 4.17 കിട്ടും. ഓവർ ഹെഡിൻ്റെ സമയത്ത് എത്രയാണ്? 1500 × 1.56 എത്ര? 2.3
4 കിട്ടും. അപ്പം മൊത്തം അത് എത്രയാണ്? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 9239, അതായത് 9239 ആണ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മെറ്റീരിയലിൻ്റെ 150, 120, 100 അത് ഇവിടെ നിന്ന് കിട്ടിയെച്ചാൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എഴുതിയ സമയത്ത് നോക്കാവും. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ മെറ്റീരിയലിൻ്റെ യൂണിറ്റാണ് 150, 120 ലേബറിൻ്റെ, ഓവർ ഹെഡിൻ്റെ 100. ഓക്കെ, ആ എമൗണ്ടുകളാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. പിന്നെ അതേമാതിരി മുകളിൽ ഇപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ മെറ്റീരിയലിൻ്റെ 150 × 1.82 = എത്ര? 273 വരുന്നത്. ലേബർ 120 × 2.78 ചെയ്യുന്ന സമയത്ത് വരുന്നത് 333 ആണ് വരുന്നത്. ഓവർ ഹെഡ് എത്രയാണ്? 100 × 1.56 എത്രയാണ്? 156 ആണ് വരുന്നത്. അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 762. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സുമായി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സുമായി അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ കിട്ടും. എത്രയാണ്? 10,000 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 10,000 എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ എമൗണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്താണെന്ന് അറിയാം, ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 10,000 ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കാം ടോട്ടൽ കോസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 10,000. മാക്സിമം കേസിലും ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് മെറ്റീരിയൽ, വേജസ്, ഓവർ ഹെഡ്, അത് മൂന്നും കൂട്ടിക്കഴിഞ്ഞ് കിട്ടുന്ന സംഖ്യയും അതുമാതിരി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, അത് എത്ര? 10,000. അത് രണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈക്വൽ ആയിരിക്കും. ഇത് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. വേറെ മോഡലുകളും ഉണ്ട്, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം പോകാൻ. കാരണം ബി പാർട്ടിൽ, അതായത് സെക്ഷൻ ബിയിൽ നമുക്ക് 6 പ്രോബ്ലം ക്വസ്റ്റ്യനും 1 തിയറി ക്വസ്റ്റ്യനാണുള്ളത്. അപ്പോൾ ഓൾറെഡി ബാക്കി പ്രോബ്ലത്തിൻ്റെ ആൻസർ ചെയ്തത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് 1 ആയിട്ട്. അപ്പോൾ ഇത് പാർട്ട് 2 ആയിട്ട് 2 ചെയ്തിരിക്കുകയാണ്. ഒന്ന് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് 2 വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി പാർട്ട് സിയിലോട്ട് പോകും. പാർട്ട് സിയിൽ 2 ക്വസ്റ്റ്യൻ തിയറി ആൻഡ് 2 പ്രോബ്ലം. ഓക്കെ, 2 തിയറി എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റും അഡ്വാൻറ്റേജ് ലിമിറ്റേഷന്, പിന്നെ ഡിഫറൻസ് ഉണ്ട്, പിന്നെ എമേർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസുകൾ, അതുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 17th ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ. ABC ലിമിറ്റഡ് ഈസ് എ മൾട്ടി പ്രൊഡക്റ്റ് കമ്പനി മാനുഫാക്ചറിങ് 3 പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. A, B ആൻഡ് C. അതായത് ദ ബഡ്ജറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ ദ ഇയർ എൻഡിങ് 31 March ആർ ആസ് ഫോളോസ്. അതായത് ABC പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി 4,000, 3,000, 1,600. റിസോഴ്സസ് പെർ യൂണിറ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ. ഓക്കെ, കിലോഗ്രാമിലും മിനിറ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി വയ്ക്കാം. ആ 3 സംഖ്യകൾ നോക്കി വയ്ക്കാം. പിന്നെ ബഡ്ജറ്റഡ് ഡയറക്റ്റ് ലേബർ റേറ്റ് വാസ് 10 per hour, rupees 10 per hour ആണ് ബഡ്ജറ്റഡ് ലേബർ. അതായത് ഡയറക്റ്റ് ലേബർ നോക്കി വയ്ക്കുക. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? ₹2 kilogram. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് വേർ ബഡ്ജറ്റഡ് അറ്റ് ₹99,450 ആൻഡ് വേർ അബ്സോർബ്ഡ് to products using the direct labor hour rate. ABC Limited following the absorption costing system. ABC Limited is now considering to adopt an activity based costing system. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം ABC എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫർമേഷൻ ഈസ് മെയ്ഡ് ഫോർ അവൈലബിൾ ഫോർ ദിസ് പർപ്പസ്. വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുമ്പോൾ ടഫാണ്, നോക്കണ്ട, ചെയ്യാൻ പറ്റൂട്ടോ. അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ബഡ്ജറ്റഡ് ഓവർ ഹെഡ്സ് വേർ അനലൈസ്ഡ് ഇൻ ടു ദ ഫോളോയിങ്സ്. അതായത് മെറ്റീരിയൽ ഹാൻഡലിംഗ് 29,100, സ്റ്റോറേജ് കോസ്റ്റ് 31,200, ഇലക്ട്രിസിറ്റി 39,150. പിന്നെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഐഡൻറ്റിഫൈഡ് വേർ ആസ് ഫോളോവേഴ്സ്. മെറ്റീരിയൽ ഹാൻഡലിംഗ്, വെയിറ്റ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിൽഡ്, സ്റ്റോറേജ് കോസ്റ്റ്, നമ്പർ ഓഫ് ബാച്ചസ് ഓഫ് മെറ്റീരിയൽ, ഇലക്ട്രിസിറ്റി, നമ്പർ ഓഫ് മെഷീൻ ഓപ്പറേറ്റ്സ്. ഇനി ഡാറ്റ ഓൺ കോസ്റ്റ് ഡ്രൈവ്സ് വാസസ് ഫോളോവേഴ്സ്. അതിൽ ABC പറഞ്ഞിട്ടുണ്ട്. ബാച്ച് ഓഫ് മെറ്റീരിയലിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് 10, 5, 15. പിന്നെ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ, നമ്പർ ഓഫ് മെഷീൻ ഓപ്പറേഷൻ 632. ഓക്കെ, പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് യൂണിറ്റ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ബോത്ത് അക്കോർഡിംഗ് ടു അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് ABC അപ്രോച്ച്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും ABC അപ്രോച്ച് വെച്ചിട്ടും സ്റ്റേറ്റ്മെൻറ്റ് യൂണിറ്റ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30% അല്ല 30 നമ്മുടെ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അതുമാതിരി ഡയറക്റ്റ് ലേബറിൻ്റെ റുപ്പീസ്, ബഡ്ജറ്റഡ് ഡയറക്റ്റ് ലേബർ റുപ്പീസ് എത്രയാണ്? 10 per hour. അപ്പോൾ അത് നോക്കി വയ്ക്കാം. അത് നോക്കിയതിന് ശേഷം
ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കി വയ്ക്കാം. അതായത് ഡയറക്റ്റ് ലേബറിൻ്റെ പറയാം. ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 13 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 13 ഇൻറ്റു എത്രയാണ് റുപ്പീസ് പറഞ്ഞത് 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 16 മിനിറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഡയറക്റ്റ് ലേബർ കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ബി എന്ന് പറയുന്നത് എത്രയാണ് 45 ആണ് ഡയറക്റ്റ് ലേബറിൻ്റെ അവിടെ തന്നിരിക്കുന്നത്. ആൻഡ് അതും 10 ആണ് റുപ്പീസ് ഡിവൈഡഡ് ബൈ 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 7.5 ആണ് കിട്ടണത്. ഇനി സീൻ്റെ പറയണത് 60 ആണ് പറഞ്ഞു ഇൻറ്റു 10 റുപ്പീസ് ഡിവൈഡഡ് ബൈ 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ് കിട്ടുന്നത്. ഇനി ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പറയണത് എത്രയാണ്? ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അവിടെ പറഞ്ഞു ഡയറക്റ്റ് മെറ്റീരിയൽ ക്വസ്റ്റ്യനിൽ നോക്കാം. നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ പറയുന്നത് 463 ആണ് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 8, 6 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 12, 3 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ അത് മൂന്നും നമ്മൾ ടേബിൾ വരച്ചിട്ട് എഴുതുക. അതായത് 8, 12, 6 എഴുതി വെച്ചു. ഇനി ഓവർ ഹെഡ് കോസ്റ്റ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ തന്നിട്ടുണ്ട്. അതായത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 4000 നമ്മൾ ബഡ്ജറ്റഡ് ഡയറക്റ്റ് മെറ്റീരിയൽ ഹവർ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ 4000, 3000, 1600 ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിറ്റ്സുകളും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അതിൻ്റെ മിനിറ്റ്സുകൾ 30, 45, 60 തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡയറക്റ്റ് മെറ്റീരിയൽ ഹവർ എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം 4000 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ്. അപ്പോൾ മൊത്തത്തിൽ 60 മിനിറ്റ് ചെയ്യണോണ്ട് ഇവിടെ ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് മൊത്തത്തിൽ ചെയ്തിരിക്കുക. അപ്പോൾ 40,000 ഇൻറ്റു 30 മിനിറ്റ് പ്ലസ് 3,000 ഇൻറ്റു 45 മിനിറ്റ് പ്ലസ് 1600 ഇൻറ്റു 60 മിനിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ 60 മിനിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടണ ഉത്തരം എത്രയാണ്? 1850 ആണ് നമുക്ക് മൊത്തത്തിൽ കിട്ടണത്. ഓക്കെ, ആ 1850 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവർ ഹെഡ് റേറ്റ് പെർ ഡയറക്റ്റ് ലേബർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എത്രയാണ്? ബഡ്ജറ്റഡ് ഓവർ ഹെഡ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബഡ്ജറ്റഡ് ഓവർ ഹെഡ്. ക്വസ്റ്റ്യനിൽ ബഡ്ജറ്റഡ് ഓവർ ഹെഡ് തന്നിട്ടുണ്ട് 99,450 തന്നിട്ടുണ്ട്. അപ്പോൾ 99,450 ഡിവൈഡഡ് ബൈ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് എത്രയാണ്? ഇത് മൊത്തം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5,850 ഹവേഴ്സ് കിട്ടും. ഈസ് ഈക്വൽ ടു 17 പെർ ഡയറക്റ്റ് ലേബർ ഹവറാണ് നമുക്ക് ഓവർ ഹെഡിൻ്റെ വരുന്നത്. അപ്പോൾ അത് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിലോട്ട് ഇടുക. അതായത് 17 ഇൻറ്റു 30 പറഞ്ഞു. എത്രയാണ് 30 നമ്മൾ പറഞ്ഞു മെറ്റീരിയൽ ഹവർ ലേബർ ഹവറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ആണ്. ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു എത്ര? 8.50. അതുമാതിരി ബീൻ്റെ 17 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 12.75 ആൻഡ് 17 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 17 ആണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് വരുന്നത്. ഓക്കെ, ഇനി ഈ ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ഈ മൂന്നെണ്ണം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 5 + 8 + 8.50 ഈസ് ഈക്വൽ ടു എത്രയാണ്? ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് ഓഫ് എയുടെ വരുന്നത് 21.50, ബീൻ്റെ വരുന്നത് 7.50, 12 + 12.75 ഈസ് ഈക്വൽ ടു 32.25, സീൻ്റെ വരുന്നത് 10, 6 + 17 ഈസ് ഈക്വൽ ടു 33 ആണ് വരുന്നത്. ഓക്കെ, അത്ര എഴുതി. ഇനി നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ 4,000, 3,000, 1,600. അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ യൂണിറ്റിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് 21.50 ഡിവൈഡ് ഇൻറ്റു 4,000 ഈസ് ഈക്വൽ ടു എത്രയാണ്? 86,000. അതുമാതിരി ബിയുടെ വരുന്ന സമയത്ത് 32 ഇൻറ്റു 25, 32.25 ഇൻറ്റു 3,000 ഈസ് ഈക്വൽ ടു 96,750 വരും. പിന്നെ സീൻ്റെ കേസിൽ 33 ഇൻറ്റു 1,600 ഈസ് ഈക്വൽ ടു 52,800 കിട്ടും. അപ്പോൾ അത്ര ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ, ബി, സി മൂന്നും കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിയോ ഫാർമ പ്രോസസ്സസ് എ പ്രൊഡക്റ്റ് ത്രൂ 3 distinct stages. The product of one process being passed on to the next process and so on to the finished product intact. Details of the cost incurred in each process are given below. അതിൽ പ്രോസസ്സ് എ, ബി, സി 3 പ്രോസസ്സ് തന്നിട്ടുണ്ട്. 3 പ്രോസസ്സിലും റോ മെറ്റീരിയൽസും ഡയറക്റ്റ് വേജസും തന്നിട്ടുണ്ട്. പ്രോസസ്സ് എയിൽ വന്നിട്ട് റോ മെറ്റീരിയൽ 1,150, 1,050, 700, ഡയറക്റ്റ് വേജസ് 500, 600, 700. Okay, no overhead expenses for the period amounting to 3,600 and is to be distributed to the process on the basis of direct wages. Direct wagesൻ്റെ ബേസിസിലാണ് എന്താണ് പറയുന്നത്? ഓവർ ഹെഡ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഡയറക്റ്റ് വേജസ് അപ്പോൾ അതിൻ്റെ നോക്കി വെക്കണം. അതായത് ഡയറക്റ്റ് വേജസ് 500, 600, 700. ഓക്കെ, ദർ വെർ നോ സ്റ്റോക്ക് ഇൻ എനി ഓഫ് ദ പ്രോസസ് ഐദർ അറ്റ് ദ ബിഗിനിങ് ഓർ അറ്റ് ദ ക്ലോസ് ഓഫ് ദ പീരീഡ്. അതിൽ സബ് പോയിൻ്റ് എ വന്നിട്ട് അസ്യൂമിങ് ദ ഔട്ട്പുട്ട് വാസ് 1000 kg, ഔട്ട്പുട്ട് 1000 kg ആണെങ്കിൽ ഷോ ദ പ്രോസസ് കോസ്റ്റ് ഓഫ് എ, ബി ആൻഡ് സി ഇൻഡിക്കേറ്റിംഗ് ആൾസോ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് ഇൻ ഈച്ച് പ്രോസസ്സ്. അതായത് 1000 kg ആണ് ഔട്ട്പുട്ട് എങ്കിൽ എ ബി സിയിലെ എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് കോസ്റ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് ഇൻ ഈച്ച് പ്രോസസ്സ്. ഓരോ പ്രോസസ്സിലെ ഔട്ട്പുട്ടും കോസ്റ്റ് പെർ യൂണിറ്റും എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ബിയിൽ വരണത് ഇഫ് 10% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ലോസ്റ്റ് ഇൻ സ്റ്റോറേജ് ആൻഡ് ഗിവിങ് സാമ്പിൾസ്. അതായത് 10% സ്റ്റോറേജ് ഔട്ട്പുട്ട് എന്താണ് നമുക്ക് ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ടു മേക്ക് എ പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് 33.33% ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് എ കോസ്റ്റിൽ ചെയ്യാം. അതായത് 1000 ഔട്ട്പുട്ട് ആണെങ്കിൽ എത്ര കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ടായിരിക്കും എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എത്രയാണ്, ആദ്യം പ്രോസസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോസസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ്, പ്രോസസ്സ് എയിലെ റോ മെറ്റീരിയലും ഡയറക്റ്റ് വേജസും എത്രയാണ് നോക്കുക. അതായത് 1150 നമ്മൾ ക്വസ്റ്റിൽ പറഞ്ഞു. 1150 പ്ലസ് 500, പ്രോസസ് ബി 1050 പ്ലസ് 600, 700 പ്ലസ് 700 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇതാ ഫസ്റ്റത്തെ പ്രോസസ്സ് എയിൽ കിട്ടുന്ന സമയത്ത് എത്രയാണ്, 1150 പ്ലസ് 100 ഈസ് ഇക്വൽ ടു 1650. പ്രോസസ്സ് ബിയിൽ 1050 പ്ലസ് 600 ഈസ് ഇക്വൽ ടു 1650 ആൻഡ് 700 പ്ലസ് 700 ഈസ് ഇക്വൽ ടു എത്ര 1400 ആണ് നമ്മുടെ പ്രോസസ്സ് സിയിൽ വരുന്നത്. ഓക്കെ, ഇനി ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. എന്താ, ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിലാണോ ഓവർ ഹെഡ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ദ ടോട്ടൽ ഓവർ ഹെഡ് ഈസ് എത്രയാണ്, 3600 വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റ് വേജസ്. അപ്പോൾ ഡയറക്റ്റ് വേജസ് എത്രയാണ്, മൊത്തം 500 പ്ലസ് 600 പ്ലസ് 700 ഈസ് ഈക്വൽ ടു 1800 ആണ് ഡയറക്റ്റ് വേജസ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ അതിന് വെച്ചിട്ട് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരെ. അതായത് ഓവർ ഹെഡ് അലോക്കേറ്റഡ് ടു പ്രോസസ് എയിൽ ചെയ്യുന്ന സമയത്ത് എത്രയാണ്, ഡയറക്റ്റ് വേജസ് നമുക്ക് വരുന്നത് 500 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു എത്രയാണ് 3600. അത് ചെയ്യുക, 3600 നമുക്ക് എത്രയാണ് ഓവർ ഹെഡ് എത്ര തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഇസ് ഈക്വൽ ടു എയുടെ വരുന്നത് 1000 ആൻഡ് ബിയുടെ വരുന്ന സമയത്ത് എത്രയാണ് 600 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 3600 ഈസ് ഈക്വൽ ടു 1200. പ്രോസസ്സ് സീൻ്റെ വരുന്ന സമയത്ത് 700 ഡിവൈഡഡ് ബൈ 1800 ഇൻറ്റു 3600 ഈസ് ഈക്വൽ ടു 1400 ആണ് കിട്ടണത്. അപ്പോൾ മൂന്നിൻ്റെ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു, എ ബി സി മൂന്നിൻ്റെ ചെയ്തു. ഇനി ടോട്ടൽ കോസ്റ്റായിട്ട് എത്രയാണ് വരണത്, ടോട്ടൽ കോസ്റ്റായിട്ട് വരുന്നത് എത്രയാണ്, നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രോസസ്സ് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 1600 1650 ആണ് ഡയറക്റ്റ് കോസ്റ്റ്. ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റ് പ്ലസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഓവർ ഹെഡ് പ്ലസ് എത്രയാണ് 1000. അപ്പോൾ 1650 പ്ലസ് 1000 ഈസ് ഈക്വൽ ടു 2650 കിട്ടും. പ്രോസസ് ബീൻ്റെ 1650 സെയിം എമൗണ്ട് തന്നെയാണ് കേട്ടോ. പ്ലസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഓവർ ഹെഡ് 1200 ഈസ് ഈക്വൽ ടു എത്ര 2850 ആണ് പ്രോസസ് ബി. ആൻഡ് പ്രോസസ് സീൻ്റെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ് 1400 പ്ലസ് 1400 ഈസ് ഈക്വൽ ടു 2800 ആണ് നമ്മുടെ പ്രോസസ് സീൻ്റെ വരുന്നത്. ഇനി ഇത് മൊത്തം ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു, എയുടെ ബിയുടെ സിയുടെ. അപ്പോൾ ഈച്ച് യൂണിറ്റിൻ്റെയും അതായത് ഈച്ച് പ്രോസസ്സിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത് അതിൻ്റെ പറഞ്ഞു നമ്മൾ ഔട്ട്പുട്ട് 1000 kg ആണെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് പെർ kg ഫോർ ഈച്ച് പ്രോസസ്സ് എത്രയായിരിക്കും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതായത് പ്രോസസ് എൻ്റെ 2650 ഡിവൈഡഡ് ബൈ 1000 kg ഈസ് ഈക്വൽ ടു എത്ര 2.65 റുപ്പീസ് kg ആണ് നമുക്ക് കിട്ടുന്നത് പ്രോസസ് എയുടെ. പ്രോസസ് ബീൻ്റെ ഇപ്പോൾ പറഞ്ഞു ടോട്ടൽ കോസ്റ്റ് 2850 അങ്ങോട്ട് നോക്കി വയ്ക്കാം. അപ്പോൾ പ്രോസസ് ബീൻ്റെ 2850 ഡിവൈഡഡ് ബൈ 1000 kg ഈസ് ഈക്വൽ ടു 2.85 kg ആണ്. പ്രോസസ് സീൻ്റെ വരുന്നത് 2800 ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 2.80 kg ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 1000 kg ആണെങ്കിൽ ഓരോ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രോസസ്സ് എത്രയാണ്, പ്രോസസ് എയിൽ 2.65, പ്രോസസ് ബി 2.85, പ്രോസസ് സി എന്ന് പറയുന്നത് 2.80.
ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അതായത് എത്രയാണ്, ഒരു 10% അവിടെ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൺസിഡറേഷൻ ഫോർ ലോസ്, 10% ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ലോസ്റ്റ് ഇൻ സ്റ്റോറേജ് ആൻഡ് സാമ്പിൾസ്. ഔട്ട്പുട്ട് ആഫ്റ്റർ ലോസിന് ശേഷം എത്രയായിരിക്കും, 1000 kg ആയിരുന്നു പറഞ്ഞു. അതിൽ നിന്നും 10% ഓഫ് 1000 kg മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 900 kg ആണ് നമുക്കിപ്പോൾ ഔട്ട്പുട്ടായിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്ലൂഡിങ് ലോസ്, കോസ്റ്റ് പെർ യൂണിറ്റ് ലോസിനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ടോട്ടൽ കോസ്റ്റ്. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തല്ലോ, 2650 പ്ലസ് 2850 പ്ലസ് 2800 ഈസ് ഈക്വൽ ടു 8300 ആണ് ടോട്ടൽ കോസ്റ്റ്. ആ ടോട്ടൽ കോസ്റ്റിൽ നിന്നും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ടോട്ടൽ ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് 8300 ഡിവൈഡഡ് ബൈ 9000 ഈസ് ഈക്വൽ ടു 9.22. ഈ റുപ്പീസ് ഓരോ യൂണിറ്റിനും ഇത്ര റുപ്പീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് 33.33% ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ് ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ബി എക്സ്, അതായത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്രയാണ്, നമുക്ക് 33% ഓഫ് പ്രോഫിറ്റ് ഓൺ ദ സെല്ലിംഗ് പ്രൈസ് ആണ് വേണ്ടത്. അപ്പോൾ എത്രയാണ്, ഇപ്പം നമുക്ക് ലോസിനും കൂടിയും കൂട്ടിയിട്ടുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, 9.22 ഈസ് ഈക്വൽ ടു എത്രയാണ് എക്സ് മൈനസ് 33.33% കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.333 എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് 9.22 ഈസ് ഈക്വൽ ടു എത്രയാണ്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 0.33 എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് 9.22 ഈസ് ഈക്വൽ ടു, അത് ചെയ്യുന്ന സമയത്ത് 1 മൈനസ് 0.333 എക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടണത് 0.667 എക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് എക്സിനെ ഇങ്ങോട്ട് എടുക്കുക. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 9.22 ഡിവൈഡഡ് ബൈ 0.6667. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് മാറുന്നത്, എക്സ് ഈസ് ഈക്വൽ ടു ₹13.83. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. അതായത് സെല്ലിംഗ് പ്രൈസ് ഇത്ര ആകുമ്പോഴാണ് നമുക്ക് അത്ര പ്രോഫിറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ദെയർഫോർ ദ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി എത്രയാണ് ₹13.83 ടു അച്ചീവ് എത്ര 33.33% ഓഫ് പ്രോഫിറ്റ് മാർജിൻ. അതായത് 33.33 പ്രോഫിറ്റ് മാർജിൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇത്രയായിരിക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞു. പാർട്ട് ബിയിലെ 7 പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് സിയിലെ 2 പ്രോബ്ലംസും പറഞ്ഞു, 2 തിയറി അതിലുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എഴുതി വയ്ക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുമോ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ. താങ്ക് യു.